അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ ദിരിക്കന വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, ഹാജ മുഈനുദ്ദീൻ ചിസ്തി റളിയല്ലാഹു അൻഹുവിന്റെ അതിവിശുദ്ധമായ ജീവിതം കണ്ടുകൊണ്ട് നിരവധി ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകുകയാണ്. തൻ്റെ ശിഷ്യന്മാരും തദൈവ. ഒരിക്കൽ ഹാജ റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ഒരാളതാ അതിലൂടെ സഞ്ചരിക്കുന്നു. കേട്ടവർ അത്ഭുതപ്പെട്ടു പോയി. രാത്രി ഏറെ കുടിച്ചും ആടിയും സമയം കഴിഞ്ഞ ആ ചെറുപ്പക്കാരൻ പകലധികവും ബോധമില്ലാത്ത നിദ്രയും രാത്രിയിൽ അർത്ഥമില്ലാത്ത ജീവിതവും സമയങ്ങൾ നഷ്ടപ്പെടുത്തിയുള്ള അബദ്ധസഞ്ചാരം നയിക്കുന്ന ആ മനുഷ്യനെ കുറിച്ച് ഒരാളും നല്ലത് പറയാറില്ല. അയാൾ കൽദൈവത്തെ ആരാധിക്കുന്നവരാണ്. രാവുറങ്ങാതെ മദ്യപിക്കുന്നവനും വേശ്യാതരുണികളും ഒന്നിച്ച് സംഗീതത്തോടൊപ്പം ചുവടുവെക്കുന്നവനുമാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തെ കുറിച്ചാണ് ഖാജ റളിയല്ലാഹു അൻഹു അള്ളാഹുവിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അതാ സഞ്ചരിച്ചു പോകുന്നു എന്ന് പറഞ്ഞത്. പലതവണ അബദ്ധസഞ്ചാരിയായ ആ യുവാവ് ഖാജ കൂട്ടത്തിന് ചാരെ നടന്നു നീങ്ങിയപ്പോഴും ഖാജ റളിയല്ലാഹു അൻഹു അത് ആവർത്തിച്ചു തന്നെ പറഞ്ഞു, ആ പോകുന്നയാൾ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്. ഖാജിയുടെ വാക്കുകൾ ഉൾക്കൊള്ളാനാകാതെ ഒരു ശിഷ്യൻ പറഞ്ഞു, പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യൻ കൽദൈവ ആരാധ്യനാണെന്ന് മാത്രമല്ല മദ്യപാനിയും വേശ്യാ തരുണികളും എത്തിച്ചുകൊണ്ട് രാത്രി സമയം കഴിക്കുന്നവനുമാണ്. അറിയാം മോനെ, അറിയാം, നീ പറഞ്ഞതെല്ലാം ശരി തന്നെ, എന്നാലും അദ്ദേഹം ഇലാഹി പ്രേമിയാണ്. ഖാജിയുടെ മറുപടി കേട്ട പലരും മുഖാമുഖം നോക്കി. നാളുകൾ പിന്നെയും കടന്നു പോയി. ഒരു നാളുണ്ട് ഖാജിയുടെ അനുഗ്രഹ ദർബാറിൽ കഥാപാത്രം വന്നു കയറുന്നു. ഖാജ തങ്ങളെ എന്നോട് ക്ഷമിക്കണം, എനിക്ക് മനസ്സന്തോഷം വേണം, സമാധാനം ലഭിക്കണം, ഹൃദയ ശാന്തിക്കാണ് ഞാൻ മദ്യപിക്കുന്നതും കൂട്ടരിൽ ചേർന്ന് പെൺപിള്ളേരെ കൂടെ ചാട്ടം വെക്കുന്നതുമെല്ലാം. സത്യത്തിൽ അതെല്ലാം വെറും നിമിഷ നേരങ്ങളിലെ ആർത്തുല്ലാസങ്ങളാണ്. അനശ്വര ശാന്തത കരസ്ഥമാകുന്നില്ല. എന്നെ അങ്ങയുടെ ഹാദിമികളിൽ ചേർക്കണം, എനിക്ക് സത്യവിശ്വാസിയാകണം, സത്യവാചകം ചൊല്ലിത്തരൂ എന്നും പറഞ്ഞയാൾ ഹാജിയുടെ കാൽക്കൽ വീണു. ഹാജ അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. വിശുദ്ധ മൊഴികൾ മൊഴിഞ്ഞു. അവിടുത്തെ ദർബാറിൽ കഴിഞ്ഞു. അറിവുകൾ നേടി, ആത്മീയത കൈവരിച്ചു. പോയ കാലങ്ങളിലെ അരുതായ്മകൾ ഓർത്തോർത്ത് റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. അള്ളാഹുവിലായി അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു. അധിക സമയങ്ങളും ഔറാദുകളായി കഴിഞ്ഞ അദ്ദേഹം ഹാജ പറഞ്ഞത് തെളിഞ്ഞു. അയാൾ അള്ളാഹുവിന്റെ കൂട്ടുകാരനായി മാറി. എത്രമാത്രം അള്ളാഹുവിന്റെ ഔലിയാക്കൾ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹു. ഇന്നലില്ലാഹി ഇബാദുൻ. അള്ളാഹുവിന് ചില അടിമകളുണ്ട്, അവർ അള്ളാഹുവിൽ സത്യം ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞാൽ അത് യാഥാർത്ഥ്യമാകും. ഓരോരുത്തരുടെയും മുഖത്ത് നോക്കിക്കൊണ്ട് അവരെക്കുറിച്ച് പറയാൻ ഹാജാ തങ്ങൾക്ക് സാധ്യമാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ പ്രശ്നങ്ങളും ആ സന്നിധിയിൽ വന്നുകൊണ്ട് ജനങ്ങൾ വീങ്ങിപ്പൊട്ടിക്കൊണ്ട് അതിന് പരിഹാരം തേടിക്കൊണ്ടാണ് പിരിഞ്ഞു പോകാറുള്ളത്. അള്ളാഹു മഹാനവറുകളുടെ മദതും അദ്ദേഹത്തിന്റെ ബറക്കത്തും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ പരമ്പരകളിലും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.